Hi guys, it's me Arshad. Welcome back to lecture 5. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയിട്ടുള്ള ലൂപ്സ്, വൈൽ ലൂപ്പ്, കണ്ടീഷൻസ് ഇതൊക്കെയാണ്. സോ ഈ സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ നമുക്ക് ആദ്യം എന്താണ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ആക്ച്വലി പൈത്തണിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഇഫ്, എൽസ്, എൽഇഫ് എന്ന് പറഞ്ഞത് 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് ഉള്ളത്. നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഒരു കമ്പാരിസൺ ചെയ്തിട്ട് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കമ്പാരിസൺ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്ററിലും പഠിച്ചായിരുന്നു. ഗ്രേറ്റർ ആണോ ഈക്വൽ ടു ആണോ, ഒരു പെർട്ടിക്കുലർ കമ്പാരിസൺ ചെയ്തിട്ട് ആ ഒരു കമ്പാരിസൺ ട്രൂ ഓ ഫോൾസോ ആണ് ഇങ്ങനെ ചെയ്യണം, ട്രൂ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഫോൾസ് ആണ് ഇങ്ങനെ ചെയ്യണം. ആ ഒരു രീതിയിൽ വെച്ചാൽ കമ്പാരിസൺ വഴി ഒരു പെർട്ടിക്കുലർ സംഭവം കമ്പയർ ചെയ്തിട്ട് അത് ഒരു ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സംഭവം പ്രിന്റ് ചെയ്യാം, ട്രൂ അല്ലെങ്കിൽ വേറൊരു സംഭവം പ്രിന്റ് ചെയ്യാം. ആ ഒരു രീതിയിൽ അത് എക്സാമ്പിൾ ഞാനത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചത് ഇഫ് കണ്ടീഷന്റെ യൂസ് കേസ് എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ എന്താ വെച്ചാല് നമുക്ക് എന്തുണ്ട്, ഒരു ഏജ് ഉണ്ട്. ഞാനൊരു സിനാരിയോ പറയാം. എന്ന് വെച്ചാൽ നിങ്ങളൊരു പൂളിൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു യൂസർ വന്നു, ഒരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ ഏജ് നോക്കണം. ആ ഒരു പൂളിലേക്ക് എൻ്റർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു 18 ഏജ് മിനിമം ആണ്. ഓക്കെ, ആ 18 ഏജിന് മേലായ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ആ പൂളിൽ കയറാം. താഴെയുള്ള ആൾക്കാർക്ക് പൂളിൽ കയറാൻ പറ്റില്ല. ആ ഒരു ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഇനീഷ്യൽ എന്ത് ചെയ്യുന്നു, ഒരു ഏജ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. അഥവാ ഒരു 19 വയസ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അഥവാ ഈ ഏജിലുള്ള ഒരാള് 18ന് മേലെ ആണെങ്കിൽ ഇതാണ് ആ യൂസറിന്റെ ഏജ് ആണ്, ആ കസ്റ്റമറിന്റെ ഏജ് ആണിത്. ഈ ഒരു ഏജ് 18-കാട്ടി മുകളിലാണെങ്കിൽ ആ യൂസറിന് എൻട്രി ചെയ്യാന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കും, അഥവാ ഡിസ്പ്ലേയിൽ കാണിക്കും. അഥവാ 18-കാട്ടി താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേയിൽ കാണിക്കില്ല, നമ്മൾ പറയും എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. സോ അത് ആ ഒരു കണ്ടീഷൻ, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകണം. അതിന് സിന്റാക്സ് എഴുതി ഈഫ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതേ സെയിം തന്നെ. ഈഫ് ഏജ്, ഏജ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 18ന്റെ മുകളിലോ ആയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം. അത് ഇന്റർനാഷണൽ ആണ് കേട്ടോ. കാരണം ഈ ഈഫ് എന്ന് പറഞ്ഞത് പെർട്ടിക്കുലർ ഒരു ബ്ലോക്ക് ആണ്. ആ ബ്ലോക്കിന് ഈ ഒരു ബ്ലോക്ക് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ വേറൊരു ഇൻസൈഡ് ആയിട്ടുള്ള ആ ബ്ലോക്കിന് ഇൻസൈഡിൽ കോഡ് എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ഉണ്ട്. ഓക്കെ, അഥവാ ഈ ഒരു ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിന്റ് ചെയ്യും. എന്ത് ചെയ്യും, നമ്മള് യു ക്യാൻ എൻ്റർ എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യും. അഥവാ അല്ലെങ്കിൽ, ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൽസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. ഈ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അഥവാ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് കൊടുക്കും, യു കാനോട്ട് എൻ്റർ. ഈ രീതിയിൽ മനസ്സിലായോ? വെച്ചാല് ഏജ് 18ന് മുകളിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, 18ന് മുകളിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് റൺ ചെയ്യുക. ആ രീതിയിൽ ഇപ്പൊ നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാൻ തിരിയും, യു ക്യാൻ എൻ്റർ. കാരണം എന്തേ, ഇത് ഏജ് 18ന് മുകളിലാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ചെയ്യാം. വെച്ചാൽ ഈ ഏജിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസറിന്റെ കയ്യിൽ നമുക്ക് നമുക്കറിയാലോ, നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കമാൻഡിലായി നമുക്ക് ഏജിനെ കളക്ട് ചെയ്യാം. വെച്ചാൽ എന്ത് ചെയ്യാ, പ്ലീസ് എൻ്റർ യുവർ ഏജ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, ഇതൊക്കെ ടെർമിനൽ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് എൻ്റർ യുവർ ഏജ് പറഞ്ഞു. എന്റെ ഏജ് എത്രയാണെന്ന് ഞാൻ 15 എന്ന് കൊടുത്തു. കാണാൻ പറ്റും ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു എറർ നമുക്ക് ടൈപ്പ് എറർ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എററും കൂടി നമുക്ക് പഠിപ്പിക്കാൻ പറ്റി ബാക്കി. വെച്ചാൽ ഇവിടെ ആക്ച്വലി നമുക്ക് സ്ട്രിങ്ങും ഇൻറ്റീജർ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രിങ് ഇൻറ്റീജർ വേറൊരു ടൈപ്പാണ്, നമുക്ക് സെയിം ടൈപ്പിലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും ഇത് സ്ട്രിങ് ആയിട്ടായിരിക്കും വരിക. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ സ്ട്രിങ് ആയിട്ടായിരിക്കും ഇവിടെ കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യും ഫസ്റ്റ് ടൈം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടി റൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, 15 കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, യു കനോട്ട് എൻ്റർ. കാരണം എന്ത്, എന്റെ ഏജ് 18-നെക്കാളും താഴെ. വീണ്ടും റൺ ചെയ്യാൻ പോകണം. എനിക്ക് എന്റെ ഏജ് എത്രയാണ്, 15. യു ക്യാൻ എൻ്റർ. ഈ ഒരു രീതിയിൽ മനസ്സിലായോ?
ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഈഫ് എൽസ് യൂസ് ചെയ്യുന്നത്. അഥവാ ഈ ഈഫ് കണ്ടീഷൻ പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന ടാസ്ക് ചെയ്യുക, ട്രൂ അല്ലെങ്കിൽ ഇന്ന ടാസ്ക് ചെയ്യുക, അവിടെയാണ് ഈഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു ഇതും കൂടി ഉണ്ട്, എന്ന് വെച്ചാൽ എൽഇഫ്. എൽഇഫ് എന്താ വെച്ചാല് പറയാം, അഥവാ ഈ ഏജ് 18 മുകളിലാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഈഫ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇവിടെ എൽസിൽ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ ഇവിടെ നമുക്ക് കണ്ടീഷൻ റൈറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ആ സിന്റാക്സ് തെറ്റാണ്. ഈ സംഭവം അല്ലെങ്കിൽ ലാസ്റ്റ് ഇതൊന്നും അല്ലെങ്കിൽ മാത്രം എൽസ് വർക്ക് ചെയ്യുക, ആ രീതിയിലാണ്. ഓക്കെ, ഇവിടെ നിനക്ക് എന്താണ്, എനിക്ക് വേറെ എക്സ്ട്രാ കണ്ടീഷൻസ് ആഡ് ചെയ്യണം. ഈഫ് കൂടാണ്ട് എക്സ്ട്രാ കണ്ടീഷൻ, അഥവാ ഈ ഈഫ് അല്ല എങ്കിൽ, അഥവാ ഈ 18 വയസ്സിന്റെ മുകളിൽ അല്ല എങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് വേറൊരു കണ്ടീഷൻ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിൽ എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു സമയത്താണ് എൽഇഫ് യൂസ് ചെയ്യുക. എൽഇഫ് യൂസ് ഞാൻ കണ്ടീഷൻസ് കൊടുക്കും. എന്ത്, ഏജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 ആണ്, ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ, 10 വയസ്സിന് മുകളിലാണെങ്കിൽ എന്ത് പറയും ഞാൻ, യു ക്യാൻ യൂസ് സ്മോൾ പൂൾ. കാരണം ഏജ് ചെറുതായതുകൊണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റും, ആ ഒരു യൂസർ ചെറുതാണ് നമുക്ക് മനസ്സിലായി, കാരണം ഏജ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ പൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പറയാം. ഓക്കെ, ഇനി എല്ലാ 10-കാട്ട് താഴെയാണെങ്കിൽ മാത്രം എന്താവും, യു കനോട്ട് എൻറ്റർ എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എൻറ്റർ ചെയ്യിച്ചു, ഞാൻ എന്തെടുത്തു, 16 കൊടുത്തു. എന്താ പറയുന്നത്, യു ക്യാൻ യൂസ് സ്മോൾ പൂൾ. കാരണം 16 എന്നത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ യൂസർക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ, സ്മോൾ പൂള്. ഇത് അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് വെച്ചാൽ ആദ്യം ഏജ് വന്നു 18, ഏജ് 18-കാട്ടിന് മുകളിലാണ് നോക്കി ആണെങ്കിൽ പിന്നെ ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. വെച്ചാൽ ഈ പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് മൊത്തത്തിൽ എക്സിറ്റ് ആവും. ഓക്കെ, പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വർക്ക് ചെയ്ത്, അതാണ് ഈഫ് എൽഇഫ് എൽസ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ പിന്നെ ബാക്കി ഏത് കണ്ടീഷനും വർക്ക് ആവും കേട്ടോ. ഇപ്പൊ ഞാനിവിടെ എന്തായി, ഏജ് 18-കാട്ടിന് മുകളിലാണ്, എന്താ അപ്പൊ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും. ഇനി അഥവാ അല്ലാത്ത കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ കണ്ടീഷൻ ഒക്കെ, കാരണം എന്താ, നമുക്ക് ഇവിടെ വേറെ സ്മോൾ പൂളും കൂടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 10-കാട്ടിന് മുകളിലുള്ള യൂസേഴ്സിന് എന്ത് ചെയ്യാം, നമുക്ക് സ്മോൾ പൂളിലേക്ക് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യും, അവിടെ വേറെ കണ്ടീഷൻ നമുക്ക് വേണം. കാരണം എന്താ ചെയ്യാ, കാരണം വെച്ചാൽ ഈ ഏജ് എന്നുള്ളത് 18-കാട്ടിന് മുകളിലാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തിന്. ഈ 18-കാട്ടിന് താഴെയാണെങ്കിൽ അത് 18-കാട്ടിന് താഴെയാണെങ്കിൽ അതെന്താകാം, ഏറ്റവും ചെറുതാകാം, അത് 1-2 വയസ്സാകാം. സോ അവർക്ക് എന്താക്കാൻ പറ്റില്ല, ഈ സ്മോൾ പൂൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. എന്താണ്, ആ ഒരു ഏജ് 10-ന് മുകളിലാണ് നിൽക്കുന്നത്. 18-ന് താഴെ ഓൾറെഡി നമ്മൾ കൺഫേം ചെയ്തു. കാരണം എന്തേ, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി. എന്താണ്, ബിൽഡ് അല്ല എന്നുള്ളത് ഫോൾസ് ആയി. അപ്പൊ എന്താ ഉറപ്പായി, ഇത് 18-ന് താഴെയാണ്. ഇനി അടുത്ത് നിൽക്കുന്നത് 10-കാട്ടി മുകളിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ, 10-കാട്ടി മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, യു ക്യാൻ യൂസ് സ്മോൾ പൂൾ. അഥവാ അല്ലെങ്കിൽ യു കനോട്ട് എൻറ്റർ. മനസ്സിലായോ, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഈഫ് കണ്ടീഷൻസ് യൂസ് ചെയ്യുക. പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യണം. ട്രൂ അല്ല എങ്കിൽ അതിന്റെ അണ്ടറിൽ നമ്മൾ ചെയ്ത എൽഇഫ് കൊടുക്കും, അഥവാ എൽസിഫ്. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഇതൊന്നും വർക്കായില്ല, അഥവാ ഈ ഒന്നും ട്രൂ ആയിട്ടെങ്കിൽ മാത്രം എന്തിനുണ്ടാവും, ഈ എൽസ് നിങ്ങൾ സംഭവം ഉണ്ടാവും. ഓക്കെ, പിന്നെയാണ് ഈ കണ്ടീഷന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാകും. ഇതാ, നോ ഫുഡ് ഫോർ ലോ കണ്ടോ, ഇതേപോലെ എക്സാം നിങ്ങൾ നോക്കിയാൽ തിരിയും. ഇത് ഈസ് ട്രൂ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഈ എക്സാം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടീഷൻ ഇപ്പം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറഞ്ഞായിരുന്നു നമ്മൾ. ഓക്കെ, നമുക്ക് ഇങ്ങനെയും പറയാം. അത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഈസും കൊടുക്കാൻ പറ്റും. വെച്ചാല് ഇപ്പം മെന്ന്, ഈസ് മെൻ എന്നില്ല കൊടുക്കാം, ഈസ് മെൻ എന്നില്ല പേര് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്നില്ല കൊടുക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യാം നമ്മള്, ആൻഡ് ഈസ് മെൻ ഈസ് ട്രൂ. വെച്ചാല് ഈസ് മെൻ എന്നുള്ളത് മെന്നാണോ എന്നുള്ളത് ട്രൂ ആണോ ചെക്ക് ചെയ്യുന്നത്, അതിനാണ് ഈസ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് ഈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇതും കൊടുക്കാം, ഈക്വൽ ടു കൊടുക്കാം, അല്ലെങ്കിൽ ഈസും കൊടുക്കാം. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ആൻഡിന്റെ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ്, ആൻഡ് എന്ന് വരുമ്പോൾ എന്താണ്, ട്രൂത്ത് ടേബിൾ കൊണ്ട് നോക്കിയാൽ തിരിയും. ഇതും ട്രൂ ആണോ, ഇതും ട്രൂ ആണോ, ഇത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ എന്താവും, ഈ പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഓർ ആണെങ്കിൽ എന്താ സംഭവിക്കും, ഒന്നെങ്കിൽ ഇത് ട്രൂ ആവണം, അല്ലെങ്കിൽ ഇത് ട്രൂ ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ എന്താ സംഭവിക്കും, ഈ ഒരു ഇത് വർക്ക് ചെയ്യും. അപ്പൊ അതാണ് ഓർ ആൻഡ്, അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ,
ഇവിടെയാണ് ഈ മെൻ ഈസ് ടു എന്നിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് വരുന്നത്. പിന്നെ അടുത്ത ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഇതാണ് എൽസും ഈഫും എൽഈഫും. അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്സ് ആണ്. അപ്പം അതെന്താണ് പറയുന്നത് വെച്ചാൽ, അതിന്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ സീക്വൻസ് ആയിട്ടുള്ള എലമെന്റിന്റെ ഓവറായിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്തിട്ട് ആ ഓരോ എലമെന്റ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക, നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ഫോർ ലൂപ്പ് എസെൻഷ്യൽസ്, ഒരു ഫോർ ലൂപ്പിന്റെ ഒരു ചെറിയ കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഓൾ എലമെന്റ്സ് ഇൻ എ സീക്വൻസ് ഡു സംതിങ്. അതിലത്തെ ഓരോ എലമെന്റ്, ഇപ്പൊ ഒരു സീക്വൻസ് ഓഫ് എലമെന്റ് നമ്മൾ അതിലത്തെ ഓരോ എലമെന്റിനെ ആക്ട് ചെയ്തിട്ട് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ഫോർ ലൂപ്സ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ സീക്വൻസ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം, നമുക്ക് ടപ്പിൾസ് യൂസ് ചെയ്യാം, ലിസ്റ്റ് യൂസ് ചെയ്യാം, ഡിക്ഷണറി യൂസ് ചെയ്യാം, സെറ്റ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീക്വൻഷ്യലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ എലമെന്റ്. അപ്പം അത് ആ ഒരു നമുക്ക് ഡാറ്റ ടൈപ്പ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഈ ഒരു ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത അതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. ഇപ്പൊ നമുക്കറിയാം ലിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പീഷീസ് ആണ് ലിസ്റ്റിൽ കുറച്ച് ഡോഗ്, കാറ്റ്, അങ്ങനെ ഷാർപ്പ്, അത് കുറച്ച് സ്പീഷീസിന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ സിന്റാക്സ് ആണ് വരുന്നത് വെച്ചാൽ, ഇതിന്റെ സിന്റാക്സ് ഇത് ആ രീതിയിൽ തന്നെ പഠിക്കും. ഓക്കെ, ഫോർ ഐ ഇൻ സ്പീഷീസ് സംഭവിച്ചെന്ന് വെച്ചാൽ, ഫോർ ഐ ഇൻ സ്പീഷീസ് പറയുമ്പം ഈ സ്പീഷീസിലുള്ള എല്ലാ എലമെന്റും ഇപ്പൊ എത്രയാണോ എലമെന്റ് ഉള്ളത് അത്രയും എലമെന്റ് ടൈം അത് എന്ത് ചെയ്യും, അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനിപ്പം കോഡിൽ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ എന്താ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് സ്പീഷീസ് എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഡോഗ്, കാറ്റ് രണ്ടെണ്ണം മാത്രം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇവിടെ ഞാൻ, ഫോർ ഐ ഇൻ സ്പീഷീസ്. ഓക്കെ, ഇതിന്റെ ഈ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാല്, ഫസ്റ്റ് ഐട്രേഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഐയിൽ എന്താ ഏത് വാല്യൂ ആണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ വാല്യൂ ഉണ്ടാവില്ല. സെക്കൻഡ് ഐട്രേഷൻ രണ്ടാമത്തെ ഐട്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ ആരായിരിക്കും, കാറ്റ് ആയിരിക്കും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ ആ സംഭവം ക്ലിയർ ആവും. ഓക്കെ, നമുക്കത് വേണ്ട, ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് ഐട്രേഷൻ, ഒന്നാമത്തെ ഐട്രേഷൻ, ആദ്യം ഫോർ ലൂപ്പ് കയറിയ പാടും ഈ ഐന് ഏത് വാല്യൂ ഉണ്ടാവുക, ഈ സ്പീഷീസിലെ ഫസ്റ്റ് വാല്യൂ, ഏത് ഡോഗ്, ആ ഡോഗിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. പിന്നെയും ഇവിടുന്ന് ആക്ച്വലി എന്താകുന്നുണ്ട്, വീണ്ടും അഞ്ചാമത്തെ ലൈനിൽ പോയിട്ട് ഫോർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യാണ്. ആ സമയത്ത് ഈ ഒരു ഐയിലേക്ക് ആരാ ഉണ്ടാവുക, സ്പീഷീസിന്റെ രണ്ടാമത്തെ എലമെന്റ്. അതേപോലെ തന്നെ എത്ര എലമെന്റ് ആണോ ഈ സ്പീഷീസിനുള്ളത് അത്രയും ടൈം ആര് വർക്ക് ചെയ്യും, ഈ ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഈ ഫോർ ലൂപ്പിന്റെ യൂസ് കേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിലിപ്പം കാണാൻ പറ്റും, എന്താ ഈ ഡോഗ്, കാറ്റ്, ഷാർക്ക് ഇത്രയും സ്പീഷീസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത്, ഫോർ ഐ ഇൻ സ്പീഷീസ്. അപ്പൊ എന്തായിരിക്കും, ഓരോ ഐട്രേറ്റിൽ എന്തായിരിക്കും ഈ ഓരോ എലമെന്റ് ഐയിലേക്ക് സ്റ്റോർ ആവും ഈ ഐ. അപ്പൊ എന്തായിരിക്കും, നമുക്ക് ആ ഐനെ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സംഭവിക്കുക, ഇതേപോലെ ഔട്ട്പുട്ട് കിട്ടും. ആദ്യം ഡോഗ്, നെക്സ്റ്റ് ഐട്രേറ്റിൽ കാറ്റ് വരും, നെക്സ്റ്റ് ഐട്രേറ്റിൽ ഷാർക്ക് വരും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു യൂസ് കേസിന് വേണ്ടിയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇതേ സമയം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്പറിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ ഫോർ ഓപ്പറേഷൻ വിത്ത് അതിനെ പ്രിന്റിംഗ് ടു സ്ക്രീൻ. നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നില്ല, നമുക്കിപ്പം ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന് ടോട്ടൽ ആണ് എടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഞാനിപ്പം ഇവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാല് നമുക്കിപ്പം നംസ് ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, 1 2 3 4 5 6 കൊടുത്തു. ഓക്കെ, ഇതിന്റെ സമ്മ എനിക്ക് കിട്ടണം. നമ്മൾ നേരത്തെ പ്രിന്റ് ആണ് ചെയ്തത്, ഇവിടെ നമ്മൾ സമ്മ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു ടോട്ടൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, 0 എന്നിട്ട്. അതിനുശേഷം എന്തായി, നമ്മൾ ഓരോ നമ്പറുമായിട്ട് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ നമ്പർ നമുക്ക് ആക്സസ് ചെയ്യണം, എന്നിട്ട് സമ്മയല്ല വെച്ചാല് ഈ ടോട്ടലിനപ്പുറം ഈ ടോട്ടല് ഈക്വൽ ടു ടോട്ടൽ പ്ലസ് എന്തായിരിക്കണം, ഈ ഓരോ എലമെന്റും 1 by 1 ആയിരിക്കണം. സോ നമുക്ക് 1 by 1 ആണ് നമുക്ക് എന്താകണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ ഫോർ ലൂപ്പ് n ഇൻ നംസ്. ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഐ ആണ് യൂസ് ചെയ്തത്, ഇപ്പൊ ഞാൻ എൻ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് നെയിം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നെയിമിംഗ് കൺവെൻഷൻ പറഞ്ഞായിരുന്നു, ആ ഒരു റൂൾ വെച്ച് നമുക്ക് ഏത് നെയിം ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ പ്ലസ് ഈക്വൽ ടു എന്ത് ചെയ്യും, നമ്മൾ പ്ലസ് ഈക്വൽ ഓൾറെഡി പഠിച്ചായിരുന്നു. ഓക്കെ, ഈക്വൽ ടു എന്ത് ചെയ്യും, നമ്മൾ ഈ n എന്ന് കൊടുക്കും. ഓക്കെ ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ടോട്ടൽ കൊടുത്തു നോക്കാം. ഇതാ 21. ഇത് സമയം എന്താ കിട്ടുന്നത്, 21 ആണ് കിട്ടുന്നത്.
ഓക്കെ, ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും ഒരു റിയൽ ലൈഫ് യൂസ് കേസ് വന്നു നമുക്ക് സം ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു നംസിൽ ലിസ്റ്റിൽ സം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, ഓരോ എലമെന്റ് ആഡ് ചെയ്തു, എന്നിട്ട് ടോട്ടലിലേക്ക് ആ സം ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇൻഡന്റേഷൻ ആണ്. വെച്ചാൽ ഈ ഒരു സ്പേസ് കണ്ടോ, നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പിലായാലും ഇതൊരു നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ ഇതിനുള്ളിൽ ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ബ്ലോക്ക് വെച്ചാൽ ആ ബ്ലോക്കിനെ ഇൻഡന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും ഇടണം. ഇപ്പൊ ഞാൻ ഈ ഒരു സ്പേസ് ഇതാക്കിയാൽ ഇവിടെ എറർ വരും എനിക്ക്, കണ്ടോതാ ഇൻഡന്റേഷൻ എറർ വരും എനിക്ക്, മനസ്സിലായോ? സോ നമ്മൾ ഇത് ആക്ച്വലി എന്താണ്, ഈ ഫോർ ലൂപ്പ് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു വേറൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ആ ബ്ലോക്കിനുള്ളിൽ നമുക്കൊരു കോഡ് എഴുതുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലോക്കിനുള്ളിൽ കോഡ് ചെയ്യാൻ വേണ്ടി ആ ഫസ്റ്റ് ആ ഒരു സെറ്റ് ഓഫ് ഇൻഡന്റേഷൻ നമ്മളുണ്ട്. ഇപ്പൊ ഇവിടെ അറൌണ്ട് 2 ആണ് സ്പേസ്, 2 ഇൻഡന്റേഷൻ ആണ് ഇവിടെ എഴുതുന്നത്. സോ ആ 2 സ്പേസ് ഇവിടെ ഇടണം. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇടാം കേട്ടോ, അങ്ങനെ കണക്കുന്നില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ആ ഒരു സ്പേസ് ഇടാം. പക്ഷെ ഇൻഡന്റേഷൻ ആയിരിക്കണം വെച്ചാൽ ആ ഒരു ബ്ലോക്കിന്റെ അകത്താണെന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഇടുന്നത്. വെച്ചാൽ ഈ ഒരു ഫോർ ലൂപ്പ് എന്നതിന്റെ ഇൻസൈഡിലുള്ള കോഡാണ് ഈ അടിയിൽ വരുന്നതിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡന്റേഷൻ നമ്മൾ ഇടുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് അടിയിൽ പോകാതെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ആ ഒരു എൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ വേണം അത്രയും ലൈൻസ് ഓഫ് കോഡ് ഈ ഒരു ഫോർ ലൂപ്പിന്റെ ബ്ലോക്കിന്റെ അകത്ത് എഴുതാൻ പറ്റും. ഇവിടെ ഇത്രയാണ് നമ്മളെ ഈ ഫോർ ലൂപ്പിന്റെ യൂസ് കേസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫോർ ലൂപ്പിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ റേഞ്ച് എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ച് ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ അറിയാവുന്നത്. റേഞ്ച് ഫംഗ്ഷൻ ആണ്. ഈ റേഞ്ച് ഫംഗ്ഷന്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ റേഞ്ച് ഫംഗ്ഷൻ ആക്ച്വലി എന്ത് തരും, എന്ത് റിട്രീവ് ചെയ്യും. ഇപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇപ്പൊ നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ, ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ ആണ് ആര് ഈ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഞ്ച് ഫംഗ്ഷൻ എന്താണ് ആക്ച്വലി തരുന്നത്, ഈ റേഞ്ച് ഫംഗ്ഷനകത്ത് നമ്മൾ രണ്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, പാരാമീറ്റർ ആയിട്ട് കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു നമ്പർ, ഒരു ലിസ്റ്റ് ഓഫ് നമ്പർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയും the range function generates a list of number which is generally used for iterating over within the form. ഈ ഫോർ ലൂപ്പിലൂടെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിം റേഞ്ച് ഫംഗ്ഷൻ മെയിൻ നമ്മൾ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എനിക്ക് നമ്പേഴ്സ് എന്ന ഇത് വേണം, നമ്പേഴ്സ് എന്ന ലിസ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് എവിടുന്ന് എടുക്കണം, 1 മുതൽ 10 വരെ ആയിരിക്കണം. നമുക്ക് അത് മാനുവലൊക്കെ ഇങ്ങനെ കൊടുക്കാം 1 2, പക്ഷെ അത് കുറച്ചുകൂടി ഇപ്പൊ ഒരു 100 വാല്യൂ ഒക്കെ 100 വരെ ആണെങ്കിൽ നമുക്ക് 100 വരെ ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യും. റേഞ്ച് തന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വരെ. ഓക്കെ, 10 അല്ല 11 വരെ കൊടുത്താലേ 10 വരെ കിട്ടും. കണ്ടോ നിങ്ങൾ, പ്രിന്റ് നമ്പേഴ്സ്. ഇത് ആക്ച്വലി ഇത് ആക്ച്വലി ഒരു സെറ്റ് ഓഫ് ഒരു ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇത് ആക്ച്വലി ഒരു ക്ലാസ് ആണ്. ഇപ്പൊ ഇത് ഞാൻ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് 0 മുതൽ 10 വരെ കിട്ടും. എന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി 0 മുതൽ ഈ നമ്പറിന്റെ n-1, എന്നാൽ ഈ ലാസ്റ്റ് നമ്പറിന്റെ തൊട്ട് ബാക്കിലേക്ക് നമ്പർ വരാതിരിക്കും. അത് എന്ത് ചെയ്യുക, അത് നമുക്ക് തരിക വെച്ചാല് 11 കൊടുത്താൽ 10 വരെ വരും, 12 കൊടുത്താൽ 11 വരെ വരും. ആ ഒരു ടൈപ്പ് ഓഫ് n-1 എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് n ആണെങ്കിൽ n-1 വരെ ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ലിസ്റ്റ് ഓഫ് നമ്പർ. ഇപ്പൊ 1000 നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനുവലി ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഞ്ച് ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ 0 to 1 കൊടുത്തില്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ഐ ഇൻ നമ്മൾ ചെയ്ത പോലെ റേഞ്ച് വേണം നമുക്ക് ഇവിടെ നമ്പേഴ്സ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യാം, പ്രിന്റ് ആയി. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ റേഞ്ചിൽ 0 മുതൽ 9 വരെ ഉണ്ടല്ലോ, 9 വരെ, ആ 9 വരെ എന്തായിരിക്കും ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെന്തായിരിക്കും, നമുക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പം ആക്ച്വലി ഇങ്ങനെ പുതിയ പ്രോഗ്രാം നമ്മൾ ഈ റേഞ്ച് ഫംഗ്ഷൻ നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേരിയബിൾ ആയിട്ട് ചെയ്യാറില്ല. നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സംഭവം ഇവിടെ കൊടുക്കും. മനസ്സിലായോ, നമ്മൾ സെപ്പറേറ്റ് വേരിയബിൾ യൂസ് ചെയ്യില്ല, ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ റേഞ്ച് ഫംഗ്ഷൻ ഇങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്ക് സെയിം ആ ഒരു എന്ത് കിട്ടും, ആ ഒരു ആക്ഷൻ റിസൾട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ ഒരു സെയിം സംഭവം തന്നെ ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ റേഞ്ച് ഫംഗ്ഷനിൽ ഡിഫോൾട്ട് ആയിട്ട് പിന്നെ പറയാനുള്ളത്, റേഞ്ച് ഫംഗ്ഷനിൽ ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഈ റേഞ്ച് ഫംഗ്ഷനിൽ 0 സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യും, അത് മുതൽ 9 വരെ.
ഇനിയിപ്പോ എനിക്കിപ്പോ 5 എന്നാ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ഒരു ഫസ്റ്റ് പാരാമീറ്റർ യൂസ് ചെയ്യും. കണ്ടോ, ഇവിടെ നിന്നാണ് 5 മുതൽ സ്റ്റാർട്ട് ചെയ്തു, മനസ്സിലായോ? സ്റ്റാർട്ടിംഗ് ആണ് എൻഡിങ് പോയിന്റ്. ഇവിടെ സ്റ്റാർട്ടിങ്, ഇവിടെ എൻഡിങ്. ഈ സ്റ്റാർട്ടിംഗ് ഡിഫോൾട്ട് എന്തായിരിക്കും എപ്പോഴും? ഡിഫോൾട്ട് 0 ആയിരിക്കും. അഥവാ 0 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻഡ് പോയിന്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് റേഞ്ച് ഫംഗ്ഷൻ. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ്, സ്റ്റോപ്പ് ചെയ്യേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് 4i റേഞ്ച് 5 ഈ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത യൂസ് കേസ് ആണ് എന്ത്, എത്രയാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, ഇൻക്രിമെന്റ് എത്രയാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് 6 ആണ് വരുന്നത്, അഥവാ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട്. ഇത് നിങ്ങൾക്ക് 2 ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ 1 കഴിഞ്ഞിട്ട് 2 ഇൻക്രിമെന്റ് ചെയ്ത് 3 ആണ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ മൂന്നാമത്തെ പാരാമീറ്റർ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇൻക്രിമെന്റ്, അഥവാ 0 ആദ്യം പ്രിന്റ് ചെയ്യും, എന്നിട്ട് എന്തായിരിക്കും പിന്നെ 2 ഇൻക്രിമെന്റ് ആയിട്ടായിരിക്കും എന്ത് പ്രിന്റ് ചെയ്യുക, നെക്സ്റ്റ് നമ്പർ ചെയ്യുക, അഥവാ എന്തായിരിക്കും 3 ആയിരിക്കും, അഥവാ 2 ആയിരിക്കും. പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതാ ആദ്യം 0 വന്നു, എന്നിട്ട് എന്തായി 2 ഇൻക്രിമെന്റ് ആയിട്ടുള്ള വാല്യൂസ്, ആ ഒരു സീക്വൻസ് രണ്ട് ഡിഫറൻസ് ചെയ്യുന്ന സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ആക്ച്വൽ റേഞ്ച് ഫംഗ്ഷൻ യൂസ് കേസ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് 2 വേണം, പക്ഷെ ആ സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിരിക്കണം, സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കേസ് എന്താ മനസ്സിലാക്കുക, ഇത് സ്റ്റാർട്ടിങ്ങും ഇത് എൻഡിങ്ങും മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു കേസ് എന്തായിരിക്കണം, എപ്പോഴും എന്തായിരിക്കണം, ആ ഒരു നിങ്ങൾക്ക് ഇൻക്രിമെന്റിന്റെ ആ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിന്റും കൊടുത്തിരിക്കണം, സ്റ്റോപ്പ് പോയിന്റും കൊടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് ആക്ച്വലി റേഞ്ച് ഫംഗ്ഷന്റെ യൂസ് കേസ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ മെയിൻലി നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ ചെയ്യാറ്. ഫോർ ഐ റേഞ്ച് 0 എത്രയാണോ റേഞ്ച് വരെ നമുക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ പറയുന്നത് നമ്മൾ ഈ ഫോർ ലൂപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആഡോൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് ആണ്. മെയിൻലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ബ്രേക്ക് ആൻഡ് ബ്രേക്ക് ഫംഗ്ഷൻ. വേറൊരു ഫംഗ്ഷൻ കൂടി കണ്ടിന്യൂ എന്നുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ബ്രേക്ക് ഫംഗ്ഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, ആ ഒരു ബ്ലോക്കിന് എക്സിറ്റ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷൻ, ടു ടെർമിനേറ്റ് എ ലൂപ്പ് യു ക്യാൻ യൂസ് ദ ബ്രേക്ക് ഫംഗ്ഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് തിരിയും. എങ്ങനെ വെച്ചാൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ ഐ ഇൻ റേഞ്ച് 1 to 10, 1 മുതൽ 9 വരെ ഈ ഒരു ഫോർ ലൂപ്പ് ആയിട്ടിരിക്കുന്നതുകൊണ്ടിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, എപ്പോഴാണോ ഈ ഐന്റെ വാല്യൂ 3 ആവുന്നത്, അത് ആ വാല്യൂ എപ്പോഴാണോ ട്രൂ ആണ്, നമ്മളിപ്പോ ഈ കണ്ടീഷൻസ് പഠിച്ചായിരുന്നല്ലോ, ഈ ഐ 3 ആകുന്ന സമയം എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവും, പിന്നെ ഈ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണെങ്കിൽ ഇപ്പം അത് ചെക്ക് ചെയ്യുന്ന ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. ഫോർ ഐ ടൈം ബേസ്ഡ് ആണ്, 1 to 5, ഈ 5 ഈക്വൽ ടു 3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം, എന്നാലും തിരിയുള്ളൂ. പ്രിന്റ് ഐ, ഇത് ജസ്റ്റ് റൺ ചെയ്തൊക്കെ തിരിയും. നമുക്ക് ഇവിടെ റൺ ചെയ്യാം. അപ്പം ഇതാ 1, കാരണം ആദ്യം എന്തായി, ഐ കയറി, ഐ ചെക്ക് ചെയ്ത് നോക്കി, ഐ 2 ആണോ 3 ആണോ നോക്കി, അല്ല. അതുകൊണ്ട് എന്തായി, അടിയിലേക്ക് വന്നു 1 പ്രിന്റ് ചെയ്തു. പിന്നെ അടുത്ത ഐ 2 ആയി, 2 ആയത് നോക്കി, ഐ ഈക്വൽ 2 ആ നോക്കി, 3 ആ നോക്കി, അല്ല, പ്രിന്റ് ചെയ്തു. അതേപോലെ തന്നെ ഐ 3 ആണ് നോക്കി, ഐ എന്ന ഇപ്പൊ 3 ആണ്, ഐ 3 ഈക്വൽ ടു 3 ട്രൂ ആയി, എന്നാൽ അപ്പൊ ഈ ബ്രേക്ക് യൂസ് ചെയ്തിട്ട് എന്തായി, ഈ ഫോർ ലൂപ്പിന് എക്സിറ്റ് ആയി. ഇത്രയും എന്ത് യൂസ് കേസ് ഉള്ളൂ, ബ്രേക്കിന്റെ യൂസ് കേസ് ഉള്ളൂ. എന്നിപ്പോ നമ്മളെ ഫോർ ലൂപ്പിൽ എക്സിറ്റ് ആവണം, ആ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ഒരു ബ്രേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇതേപോലത്തെ ഒരു സെയിം യൂസ് കേസ് ആണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. വെച്ചാല് ഇവിടെ ഇതിന് പകരം ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഏത് ഐട്രേഷൻ ആണോ ഉള്ളത്, ആ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യും. ചില ആ ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഇപ്പോൾ ഉള്ള കറണ്ട് ഐട്രേഷൻ സ്കിപ്പ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടാൽ തിരിയും. എന്താണ്, ആദ്യം 1 പ്രിന്റ് ചെയ്തു, ഇത് ചെക്ക് ചെയ്ത് നോക്കിയത് അല്ല, 2 പ്രിന്റ് ചെയ്തു, അല്ല, 3 വന്നു, 3 ഈക്വൽ ടു 3, പിന്നെന്തായി, കണ്ടിന്യൂ ആയി. കണ്ടിന്യൂ എടുത്ത് സംഭവിക്കുന്നത് ഇനിയില്ലെന്നാണ്, ഇപ്പോഴുള്ള ഐട്രേഷൻ എന്താ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്തിട്ട് എന്തായി മാറും, നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് വരും. എന്നാൽ ഇതിന്റെ അണ്ടറിലുള്ള കോഡ്സ് വർക്ക് ചെയ്യില്ല. നെക്സ്റ്റ് ഐട്രേഷൻ മുതൽ പുതിയൊരു ഐട്രേഷൻ സ്റ്റാർട്ട് ആവും. അപ്പൊ എന്തായിരിക്കും, അടുത്ത ഐട്രേഷൻ എന്തായിരിക്കും, അത് 4 ആയിരിക്കും. ഫോർ പ്രിന്റ് ചെയ്യും. അതാണ് ഈ കണ്ടിന്യൂ ബ്രേക്ക് തമ്മിൽ ഡിഫറൻസ്. കണ്ടിന്യൂ വെച്ചാൽ ഒരു പേർട്ടിക്കുലർ ഐട്രേഷൻ സ്കിപ്പ് ചെയ്യും, ബ്രേക്ക് വെച്ചാൽ ആ ഒരു ബ്ലോക്ക്, ആ ഒരു ഫോർ ലൂപ്പിനെ എക്സിറ്റ് ആവാൻ വേണ്ടി ആദ്യം യൂസ് ചെയ്യും നമ്മള്
ഈ ഒരു ബ്രേക്ക് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് യൂസ് കേസ് ആർക്ക് വരുന്നുള്ളൂ, നമ്മളെ ഈ ഒരു ബ്രേക്ക് ഫംഗ്ഷന് വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽ ലൂപ്സ് ആണ്. ഓക്കെ, യെസ്, ഇനി അടുത്ത് പറയുന്നത് വൈൽ ലൂപ്സ് ആണ്. ഈ വൈൽ ലൂപ്സും ഫോർ ലൂപ്പ് ഏകദേശം ഒരേ ഒരു പിന്നെ ആ ഒരു ടേമിന് കാണുന്നതിന് ഫോർ വൈൽ ഈ രണ്ടും സെയിം എന്താണ്, സെയിം യൂസ് കേസ് കൊണ്ട് തന്നെ യൂസ് ചെയ്തത്. പക്ഷെ ആ ഒരു യൂസ് ചെയ്യുന്ന രീതി വേറെയാണ്, സ്ട്രക്ചർ വേറെയാണ്. The definition of while loop tells the commuter to do something as long as a specific condition is met. വെച്ചാല് നമ്മൾ അവിടെ എന്താ ചെയ്തത്, നമ്മൾ ഫോർ ലൂപ്പിൽ എന്താ ചെയ്തത്, ഫോർ ലൂപ്പിൽ എന്താ ചെയ്തത്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എലമെന്റിലൂടെ സീക്വൻസിലൂടെ ഐട്രേറ്റ് ചെയ്തിട്ട് പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ, ആ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് ആ സമയത്ത് വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ആവും. കണ്ടീഷൻ ട്രൂ ആവുന്ന എപ്പോഴാണോ ട്രൂ ആവുന്നത് അതുവരെ ആ ട്രൂ ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു വൈൽ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ആ ഒരു വൈൽ ലൂപ്പ് കൊടുത്ത ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പം ആ ഒരു വൈൽ ലൂപ്പ് എക്സിറ്റ് ആവും. ഓക്കെ, when the working with the while loop is important to remember the nature of the various operators. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചാണ് ബ്രേക്ക് കണ്ടിന്യൂ, അതേ സെയിം യൂസ് കേസ് ആണ് ഇവിടെ വരുന്നത്. ഈ ബ്രേക്ക് കണ്ടിന്യൂ ഫംഗ്ഷൻ നമ്മൾ ലൂപ്പിൽ യൂസ് ചെയ്തില്ല, ആ സെയിം ആ ഒരു യൂസ് കേസ് തന്നെയാണ് വൈൽ ലൂപ്പിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ സ്പീഷീസിൽ എങ്ങനെയാ ചെയ്തത്, നമ്മളിവിടെ ഞാൻ കാണിച്ചത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം. SP ആണ് കൊടുക്കുന്നത് സ്പീഷീസിന്, ഡോഗ്, കാറ്റ്, ഷാർക്ക്, പിന്നെ ഓക്കെ, ഇങ്ങനെ കൊടുത്തു. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, നമ്മൾ എന്താണ് 4i in SP എന്നാ കൊടുത്തത്. എന്നാൽ നമ്മൾ ഈ ഒരു ഇതിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ വൈൽ ലൂപ്പ് എന്താ സംഭവിക്കുന്നത്, വൈൽ ലൂപ്പ് വെച്ചാൽ എന്താണ്, വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ അതൊരു കണ്ടീഷൻ ബേസ്ഡ് ആണ്. കണ്ടീഷൻ വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ കണ്ടോ, നമ്മൾ ആദ്യം ചെയ്യും, നമ്മളൊരു ഐ എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, എന്താ വെച്ചാൽ പിന്നീട് തിരിയും. ഇതെന്താ ചെയ്യും, നമ്മള് ഈ ഐനെ കണ്ടീഷൻ ചെയ്യും. വെച്ചാൽ ഐ എന്നത് ലെസ് ദാൻ 3 ആണോ, അല്ല അഥവാ ഈ ഒരു ഇതിന്റെ ലെങ്ത് വെച്ചാൽ ഇതിപ്പോ 1 2 3 4 അല്ലേ, 4നെ കാട്ടിയും താഴെയാണോ, ചെറുതാണെങ്കിൽ ഐ എന്നത് 4നെ കാട്ടിയും താഴെയാണെങ്കിൽ ഈ ഒരു വൈൽ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ, കുറെ എത്ര അതിന് മാക്സിമം ടൈമിൽ ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ, അപ്പൊ ഈ ഐ എന്നുള്ളത് ഈക്വൽ ടു 0, ഐ എന്നത് 4നെ കാട്ടി ചെറുതാണെങ്കിൽ ഈ ഒരു വൈൽ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പ്രിന്റ് ചെയ്യും. എന്ത്, ഈ SP എന്നുള്ളതിന്റെ നമുക്ക് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഓരോ ഇതും പ്രിന്റ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്തു, ഈ ഐ വെച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കഴിഞ്ഞു, ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞു. പിന്നെ എന്താക്കണം, നമ്മൾ ഈ ഐനെ ഇൻക്രിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവും, നെക്സ്റ്റ് എലമെന്റിലേക്ക് ഇത് വരൂ, നെക്സ്റ്റ് എലമെന്റ് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ആദ്യം ഡോഗ്, കാറ്റ്, ഷാർക്ക്, ഫാൽക്കോൺ. മനസ്സിലായോ, എന്ന് വെച്ചാല് നമ്മളിവിടെ ആക്ച്വലി ഫോർ ലൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആണെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫോർ ലൂപ്പ് കണ്ട ഐ ഉണ്ടല്ലോ, 4i എന്നുള്ളത്, ഈ ഐനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് വൈൽ ലൂപ്പിനെ പുറത്ത് അസൈൻ ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നു. അത്രേ വരുന്നുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാം, ഇതൊരു വൈൽ ലൂപ്പ് സെപ്പറേറ്റ് ബ്ലോക്ക് ആണ്, ബ്ലോക്ക് ഓഫ് കോഡൻസോ. അതിന്റെ മസ്റ്റ് അതിനുള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടി എഴുതുന്ന കോഡ് എപ്പോഴും ആ ഒരു ഇൻഡന്റേഷന്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വൈൽ ലൂപ്പിന്റെ യൂസ് കേസ് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലോ, എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിസ്റ്റ് ആണെങ്കിൽ എന്താണ്, നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് എലമെന്റിലൂടെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ടാസ്ക് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, സെറ്റ് 0 ആൻഡ് റൈറ്റ് വൈൽ ലൂപ്പ്. ഇത് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു ടാസ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോ നമുക്കുള്ളതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പുള്ള ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് തമ്മിൽ ഡിഫറൻസ്. ജസ്റ്റ് ഒന്നുമില്ല, ഈ ഫോർ ലൂപ്പ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു സീക്വൻസ് ഒരു ഒരു ഇതിലൂടെ ഐട്രേറ്റ് ചെയ്യാൻ, ഒരു സീക്വൻസ് ഓഫ് ഒരു ഡാറ്റ ടൈപ്പിൽ ഒരു സീക്വൻസ് ഓഫ് എലമെന്റിലൂടെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക, നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൈൽ ലൂപ്പ് ഒരു സ്പെസിഫിക് കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇത്രയാണ് ഇതിന് ഡിഫറൻസ് ആയിട്ട് മെയിൻ ആയിട്ട് വരിക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വെച്ചാൽ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പ്, അത് നല്ലൊരു ഇതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ
വെച്ചാല് അതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാല് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം എന്താ സംഭവിക്കുന്നത്, ആദ്യം ഫസ്റ്റ് ഫോർ ലൂപ്പ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും, എക്സ് 1ലേക്ക് വരും. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, y ഉണ്ടാവും. പിന്നെന്താണ്, ഇവിടെ എക്സ് കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടെ y എത്രയാണോ ഐട്രേറ്റ് ചെയ്യുന്നത് അത്രയും സമയം y ഐട്രേറ്റ് ചെയ്യും. അതിനുശേഷം എന്തായി മാറും, പിന്നെ എക്സ് മാറും, പിന്നെയും y വരും, എക്സ് മാറും, y വരും. ആ രീതിയിലായിരിക്കും ഇതിന്റെ ഇത് വരിക. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പ്രോപ്പർലി മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ, ആക്ച്വലി ഇന്നത്തെ കണ്ടീഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയാണ്. മെയിനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തത്, കണ്ടീഷൻസ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. സോ ഇതൊന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യും, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യും. സോ മസ്റ്റ് ആയിട്ട് കുറെ പ്രാക്ടീസ് ചെയ്യുക. ChatGPT ചെയ്താൽ അത് കുറെ ക്വസ്റ്റ്യൻസ് തരും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലെക്ചറിൽ കാണാം, അതുവരേക്കും ബൈ.